നമസ്കാരം. ഇപ്പൊ നമ്മള് രഞ്ജീഷിന്റെ വീട്ടിലാണ്. രഞ്ജീഷിന്റെ അച്ഛനുണ്ട് ഇവിടെ, രഞ്ജീഷിന്റെ അമ്മയുണ്ട്, രഞ്ജീഷിന്റെ സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അവിടെ ജോലി കിട്ടിയത് വരുന്ന വഴിയാണ് അവിടെ ആരുമായിട്ട് ഒരു ബന്ധത്തിലായി. ഏത് ഖത്തറിൽ? നിങ്ങൾക്ക് എങ്ങനെയത് മനസ്സിലായത് പിന്നെ അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ ഫോണിലൂടെ ഈ ആ വ്യക്തി അങ്ങനെയാ സ്വഭാവം അറിയുന്നത്. അതായത് ഈ എന്താ പറയാ ഖത്തറിൽ വെച്ച് പരിചയപ്പെട്ട് ആ ബന്ധത്തിലായിരുന്ന വ്യക്തി എങ്കിലും നമ്മുടെ രഞ്ജീഷിന്റെ മൊബൈലിലേക്ക് അനാവശ്യമായിട്ടുള്ള അവരുടെ ബന്ധത്തെ കുറിച്ചുള്ള ഫോട്ടോകൾ സ്വന്തം ഭർത്താവിനെ അയച്ചു കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്. നിങ്ങൾ അറിയുന്നത് എത്ര വർഷം കഴിഞ്ഞിട്ട്? അപ്പൊ 3 വർഷം കഴിഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഇങ്ങനെ ഫോട്ടോസോ അങ്ങനെ എന്തോ ഇയാൾക്ക് അയച്ചു കൊടുത്തു പറഞ്ഞല്ലോ. അത് കണ്ടാൽ ഏത് ഭർത്താവിന് വിഷമം ഉണ്ടായിട്ടുണ്ടോ? അതായിരിക്കും കാരണം. അല്ലാതെ രഞ്ജീഷ് മരിക്കാനുള്ള യാതൊരു കാരണവും കാണില്ല. രഞ്ജീഷ് വിഷയം എല്ലാവരും അറിഞ്ഞൊരു കാര്യം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് രഞ്ജീഷ് വിഷയം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളുമാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യപരമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത്. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ അവന്റെ ജീവൻ അവൻ അവസാനിപ്പിച്ചു, അവൻ ആത്മഹത്യ ചെയ്തു. അവന്റെ ഭാര്യ ചെയ്ത തെറ്റ് അത് അവസാനം അവന്റെ കുഞ്ഞുങ്ങൾ അവന്റെ സ്വന്തം എന്ന് അവൻ കരുതിയ കുഞ്ഞു പോലും അവനിൽ നിന്നും അകന്നു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയപ്പോഴത്തേക്കും, അതായത് ആ കുഞ്ഞിനെ പോലും നിയമപരമായിട്ട് അവനിൽ നിന്നും അകറ്റിയപ്പോൾ അവന് സഹിക്കാൻ പറ്റിയില്ല. അവന്റെ മനസ്സിന്റെ കട്ടി അത്രയ്ക്കേ ഉള്ളൂ. അവൻ കയറി ആത്മഹത്യ ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. നഷ്ടം ആർക്ക്? അവന്റെ കുടുംബത്തിന്. സത്യസന്ധമായിട്ട് പറയാമല്ലോ, രഞ്ജീഷ് നിങ്ങൾ ചെയ്തത് വളരെ വലിയൊരു തെറ്റാണ്, മണ്ടത്തരമാണ് നിങ്ങൾ ചെയ്തതെന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം മനക്കട്ടി എന്ന് പറയുന്ന ഒരു കാര്യം ഏത് സാഹചര്യവും നേരിടാനായിട്ട്, എന്തൊക്കെ നഷ്ടപ്പെട്ടാലും മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരിത് ഉണ്ടാവണം ആർക്കായാലും. അതില്ലെങ്കിലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ട. എന്ത് നല്ലൊരു ചെറുപ്പക്കാരനല്ലേ. അയാൾക്ക് ഇനിയും അങ്ങോട്ട് എത്ര നല്ല രീതിക്കുള്ള ജീവിതം മുന്നോട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തിൽ അങ്ങേര് എല്ലാ അർത്ഥത്തിലും ഇതായിപ്പോയി. അതായത് മനുഷ്യന്റെ കാര്യമാണ്. കാരണം എല്ലാവരും ഒരുപോലെ ഇരിക്കത്തില്ല, ശരിയാണ്. എങ്കിൽ പോലും കുറച്ചൊക്കെ ഒന്ന് ചിന്തിക്കണം. കാരണം നമ്മളെ ഒരാളെ പറ്റിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും നമ്മളൊരാളെ ചതിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും എന്ത് തന്നെ ആയാലും നമുക്കൊരു മനസ്സിനൊരു ഇത് വേണം. അതായത് അവരുടെ മുന്നിൽ അന്തസ്സായിട്ട് ജീവിച്ച് കാണിക്കണമെന്നുള്ള ആ ഒരു ഇത് തന്നെ ഇടത്തുള്ളൂ. അതോടൊപ്പം തന്നെ ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യമാണ്. ആ ചെറുപ്പക്കാരൻ അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. അവസാനം അയാളുടെ മനസ്സിന്റെ ആ ഒരു ഇത് അയാളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചു. ശരിക്കും ഇവിടെ നഷ്ടം സംഭവിച്ചത് അയാളുടെ വീട്ടുകാർക്ക്, അയാളുടെ മാതാപിതാക്കൾക്ക്. എന്ത് കഷ്ടമാണെന്ന് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ. ഇതുപോലെയായിരുന്നു നല്ലൊരു ചെറുപ്പക്കാരൻ. ഇതുപോലെ നേരത്തെ ബസ്സിൽ നടന്ന ഒരു സംഭവ വികാസം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. എന്താണ് ഒരു സ്ത്രീ കാണിച്ചു കൂട്ടിയത്? അവസാനം ആ ചെറുപ്പക്കാരന് പിടിച്ചു നിൽക്കാൻ വയ്യാതായപ്പോഴത്തേക്കും കയറി ആത്മഹത്യ ചെയ്യുന്ന തരത്തിലുള്ള കാര്യമാണ്. ഇതാണ് പറയുന്നത്. ഈ പറയുന്ന ആണുങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും എന്താ പറയുക, അങ്ങ് മനക്കട്ടിയുള്ളവരായിരിക്കണമെന്നില്ല. മനക്കട്ടി ഇല്ലാത്തവരുടെ ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ട കാര്യം എന്ന് പറയുന്നത്. ശരിക്കും വളരെ ദയനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം നല്ല 2 ചെറുപ്പക്കാർ 2 പെണ്ണുങ്ങളെ കൊണ്ട് ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. എന്തൊരവസ്ഥയാണെന്ന് നോക്കിയേ. ഈ ഭൂമിയിൽ നല്ല പെണ്ണുങ്ങളുണ്ട്, ഒരിക്കലും ഇല്ലാന്ന് പറയുന്നില്ല. അതോടൊപ്പം തന്നെ നല്ല ആണുങ്ങളുണ്ട്, ചീത്ത ആണുങ്ങളുണ്ട്, നല്ല പെണ്ണുങ്ങളുണ്ട്, ചീത്ത പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെയുള്ള ആ ഒരു ഇത് ആവണമെന്നില്ല ജീവിതം എന്ന് പറയുന്നത്. വെറുതെ പോയ ഒരു കാര്യമായിരുന്നു ആ ബസ്സിൽ നടന്നത്. വൈറലാവാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയ ഓരോരോ ഇതിൽ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം നശിപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അവന്റെ ജീവൻ അവസാനം പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അവന് പിടിച്ചു നിൽക്കാനുള്ള ആവത്തില്ലായിരുന്നു, അവന് സമൂഹത്തെ നേരിടാനായിട്ടുള്ള ഒരു ഇതില്ലായിരുന്നു. അതുകൊണ്ട് അവൻ കയറി ആത്മഹത്യ ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. ഇവിടെ ഇപ്പോൾ അവന്റെ ഭാര്യ അവനെ ചതിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അവൾക്ക് വേറെ, അവിടെ ജോലി തേടി വിദേശ രാജ്യത്ത് പോയപ്പോഴത്തേക്കും അവിടെ വേറെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അവൾക്ക് അവനെ വേണ്ട. അവസാനം കൊച്ചിന് നിയമപരമായിട്ട് ഇതാക്കുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറിയപ്പോഴത്തേക്കും അവൻ എല്ലാ രീതിയിലും തളർന്നു. അവസാനം അവന് മുന്നിലുണ്ടായിരുന്ന ഒരു പോംവഴി എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്യുക എന്നുള്ളത്. എന്തു കഷ്ടമാണ് നോക്കി. ഒരു നല്ല ചെറുപ്പക്കാരൻ്റെ ജീവിതം ഒറ്റയടിക്ക് ഇല്ലാതാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറി. ഇതൊന്നും അല്ല ശരിക്കും പറഞ്ഞൊരു പോംവഴി എന്ന് പറയുന്നത്. അന്തസ്സായിട്ട് ജീവിച്ച് കാണിക്കണം. ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കണമായിരുന്നു. അതിനവന് കഴിഞ്ഞില്ല. എന്ത് ചെയ്യാന്ന് പറയാം. നല്ലവർക്ക് സത്യം പറഞ്ഞാൽ ഈ ഭൂമിയിൽ ആയുസ് കുറവാണെന്നൊക്കെ പറയുന്നത് ശരിക്കും ഇതൊക്കെ തന്നെയാണെന്ന് മനസ്സിലാക്കേണ്ടത്. എന്തു പറയാനെന്ന് പറയാം. ദുഷ്ടന്മാരെ പലപോലെ വളർത്തും എന്നൊരു ചൊല്ലുണ്ട് ശരിക്കും പറയാം. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും അതൊക്കെയാണ് ഓർമ്മ വരുന്ന കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഒരു വക്കീൽ ഇപ്പോൾ ഇടപെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഇനി എന്ത് തന്നെയായാലും ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ പോകുന്ന ഈ ഒരു സിറ്റുവേഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണോ അത് ഇവനെ ചതിച്ച ആ പെണ്ണിനെ കൊണ്ടുവന്ന് നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുന്ന ആ ഒരു തരത്തിലോട്ട് ഈ വക്കീലിനെ സാധിക്കുകയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടതെന്ന് പറയുന്നത്. അതിന് കൂടെ നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടതെന്ന് പറയുന്നത്. കാരണം ഇനി ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങൾ ഒരാൾക്കും വരരുതേ എന്നുള്ള ആ ഒരു ഇതാണ്. വന്നാലും അത് മുന്നോട്ട് നീങ്ങാൻ, അതായത് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള
ഒരു മനക്കട്ടി അത് ഏതൊരു ചെറുപ്പക്കാരനായാലും ഏതൊരു ആണിനായാലും ഏതൊരു പെണ്ണിനായാലും ഉണ്ടാവേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം. ഞാൻ ഇവിടെ ആണിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഏതൊരു പെണ്ണിനായാലും അത് ഉണ്ടാവേണ്ടത് തന്നെ അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെ. കാരണം ആണുങ്ങൾ മാത്രമല്ല ഈ സിറ്റുവേഷൻ നേരിടുന്നത്, പെണ്ണുങ്ങൾ നേരിടുന്നുണ്ട്. ഒരുപാട് പേര് ഇതുപോലെ പല കാര്യങ്ങളിലും ആത്മഹത്യ ആ ഒരു രീതിയിൽ ഉണ്ടാവുന്നത് കാണുന്നൊരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ എന്ത് തന്നെയായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യാതിരിക്കുക. ജീവിതം ഒരുപാട് മുന്നോട്ടുണ്ട്. അത് നമുക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്നത് നമ്മുടെ കുടുംബം, നമ്മുടെ അച്ഛനമ്മ, ഇനി ആരുമില്ലെങ്കിലും നമുക്ക് വേണ്ടിയിട്ട്, നമുക്ക് ദൈവം എത്രത്തോളം ആയുധാണോ ഈ ഭൂമിയിൽ തന്നിരിക്കുന്നത് അത്രത്തോളം അന്തസ്സായിട്ട് ജീവിക്കാനായിട്ടുള്ള ആ ഒരു ഇത് രണ്ടും കൽപ്പിച്ചൊക്കെ മുന്നോട്ട് പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടെന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു കാര്യം, ഈ ചെറുപ്പക്കാരൻ ചെയ്ത ഈ ഒരു കാര്യം, അവനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച ആ ഒരു സിറ്റുവേഷൻ, അവനെ ഈ ഒരു അവസ്ഥയിലാക്കിയ ആ ഒരു പെണ്ണ്, എന്ത് തെറ്റാടേ, എന്ത് തെറ്റാണ് ഇതുപോലെയുള്ള ഒരു നല്ല ചെറുപ്പക്കാരൻ ഇന്നോടൊക്കെ ചെയ്തത് ശരിക്കും പറയാം. കഷ്ടം, ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ സമൂഹം ഇങ്ങനെ ആയിപ്പോയി. പല സാഹചര്യവും ഈ പറയുന്ന രീതിയിൽ പല നിയമങ്ങളും എന്താ പറയുക, പെണ്ണുങ്ങൾക്ക് അനുകൂല ഘടകമായിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഇവർക്കെതിരെ ഇനി എന്ത് നടപടി എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കേസുമായിട്ട് ഈ വക്കീൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും എന്ത് തരത്തിലുള്ള കാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും ഈ ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത് അത് ഇവൾ ഒറ്റ കാരണമാണ്. അതിനുള്ള മറുപടി അവൾ പറയേണ്ടതും അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.